How to construct a phylogenetic tree using the application MegaX. So to construct this phylogenetic tree using MegaX, we should first download MegaX software. So this is a free software we can download from this site. After downloading, you can see that MegaX can be seen as a capital M icon. So this is MegaX. We can open this. So this is the MegaX application. This is a software we use for creating the phylogenetic tree. Before using this tree, we should first download the sequences which we have to create the phylogenetic tree. So നമ്മൾ MegaX ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ MegaX നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക. MegaXനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ഏത് സീക്വൻസസ് ആണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസങ്ങളെ തമ്മിൽ വേണം നമ്മൾ ഈ ട്രീ ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നമ്മളതിന് NCBIയിൽ പോവുക. NCBIയിൽ ചെന്നിട്ട് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്, ഏത് സീക്വൻസസ് ആണ് വേണ്ടത്, ആ സീക്വൻസസിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ന്യൂക്ലിയോടൈഡ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റാബേസിൽ ന്യൂക്ലിയോടൈഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് ഇതിനെയാണ് വേണ്ടത്, അപ്പോൾ നമുക്ക് ഇൻസുലിൻ കൊടുക്കാം. ഇൻസുലിൻ നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പം നമുക്ക് എളുപ്പത്തിന് നമുക്ക് വെർട്ടിബ്രേറ്റ്സിൻ്റെ തന്നെ നമുക്ക് നോക്കാം. അതിനകത്ത് നമുക്ക് മാമൽസിനെ നോക്കാം, നമുക്ക് പ്രൈമേറ്റ്സ് നോക്കാം. അപ്പോൾ മാമൽസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പം എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഹോമോസാപ്പിയൻസിൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫാസ്റ്റ ഫോർമാറ്റാണ് വേണ്ടത്. അപ്പോൾ ഫാസ്റ്റ ഫോർമാറ്റിലുള്ള ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, സെൻഡ് ടു ക്ലിക്ക് ചെയ്യുക, ഫയൽ സെലക്ട് ചെയ്യുക, ഫാസ്റ്റ ഫോർമാറ്റാണ്, ക്രിയേറ്റ് ഫയൽ എടുക്കുക. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അപ്പം മിനിമം നമുക്കൊരു 5-6 വീതമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഗിനിയ പിഗ് ഇതിൻ്റെയും ഫാസ്റ്റ ഫോർമാറ്റിലുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. രണ്ടെണ്ണമായി. ഇപ്പോൾ ഹ്യൂമൻ എടുത്തു, അതുപോലെ തന്നെ ഗിനിയ പിഗ് എടുത്തു. ഇനി അടുത്താണ് ഒറൈക്ടോലാഗസ് കണിങ്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റാബിറ്റിൻ്റെ ഇതാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം
3 ഇത് ചിഞ്ചില്ലയുടെ ഉണ്ട്, അത് നമുക്കെടുക്കാം. ഒരെണ്ണം കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ബോസ് ഡാസ് അതും ഡൗൺലോഡായി. ഇതുപോലെ നമുക്ക് ഈ ഗോറില്ലയുടെ കൂടെ എടുക്കാം. അപ്പോൾ 6 നമ്മളിതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എവിടെയാണെന്ന് നോക്കും. ഷോ ഇൻ ഫോൾഡറിൽ ഡൗൺലോഡ്സ് നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ 10ാമത്തെ സീക്വൻസ് തൊട്ടാണ് നമ്മൾ എടുത്തത്. കാരണം ഞാൻ നേരത്തെ ചെയ്തിട്ടത് കൊണ്ടാണ് ഇത്രയും സീക്വൻസസ് കാണുന്നത്. അപ്പോൾ 10ാമത്തെ സീക്വൻസ് തൊട്ടാണ് ഇപ്പം ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമ്മളിപ്പം സെലക്ട് ചെയ്ത അത്ര 6 സെലക്ട് ചെയ്യാം. കൺട്രോൾ നിൽക്കുവാണെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്യുക പ്ലസ് കൺട്രോൾ. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാം അതിൻ്റെ കൂട്ടത്തിലുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇത്രയും പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയും സീക്വൻസസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മെഗ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. മെഗ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. അപ്പം മെഗ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അതിൻ്റെ ഫുൾ ഫോം എന്നത് മോളിക്കുലാർ എവല്യൂഷണറി ജനറ്റിക് അനാലിസിസ് എന്നാണ്. മോളിക്കുലാർ എവല്യൂഷണറി ജനറ്റിക് അനാലിസിസ് നമ്മളിവിടെ കാണാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അലൈൻ, ഡേറ്റ, മോഡൽസ്, ഡിസ്റ്റൻസ്, ഡൈവേഴ്സിറ്റി, ഫൈലോജനി, യൂസർ ട്രീ, ആൻസിസ്റ്റേഴ്സ്, സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരിയേറെ ഓപ്ഷൻസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അലൈൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഇതിൽ എഡിറ്റ് ഓർ ബിൽഡ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യമേ കാണാം. എഡിറ്റ് ഓർ ബിൽഡ് അലൈൻമെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഒരു ഓപ്ഷൻ അലൈൻമെൻറ്റ് എഡിറ്റർ എന്നും പറഞ്ഞു വരും. അതിൽ ക്രിയേറ്റ് ന്യൂ അലൈൻമെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അവർ ഒരു ബോക്സിൽ ചോദിക്കുകയാണ്, ആർ യു ബിൽഡിംഗ് എ DNA ഓർ പ്രോട്ടീൻ സീക്വൻസ് അലൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്തായിരുന്നു എടുത്തത്, ന്യൂക്ലിയേറ്റഡ് ആണ് എടുത്തത്. അതുകൊണ്ട് ഇവിടെ DNA എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പണായി വരും. അത്രയും ആയി കഴിയുമ്പോൾ ഇത് ഓപ്പണായി വരുമ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അലൈൻമെൻറ്റ് എക്സ്പ്ലോറർ എന്നൊരു വിൻഡോയാണ് ഓപ്പണായി വരുന്നത്. അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇൻസേർട്ട് സീക്വൻസ് ഫ്രം ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് സീക്വൻസ് ഫ്രം ഫയൽ. നമ്മൾ എവിടെയാണോ നമ്മൾ ഫയൽസ് സേവ് ചെയ്ത് വെച്ചിരുന്നത് അവിടെ പോയി അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മെഗ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് സെലക്ട് ചെയ്യുക. ഇതിൽ ഈ എല്ലാ സീക്വൻസും നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സീക്വൻസിന് സെലക്ട് ചെയ്യുക, കൺട്രോൾ നിൽക്കുക,
ബാക്കിയുള്ളതിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാത്തിനെയും സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ 6 എണ്ണം നമ്മൾ സെലക്ട് ചെയ്ത 6 എണ്ണത്തിന് വേണം. ഇവിടെ എക്സ്ട്രാ ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൃത്യം 6 എണ്ണം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സീക്വൻസസും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിയുമ്പോൾ ഇവിടെ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് എന്തുണ്ട്, ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് അലൈൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഡേറ്റയിൽ എന്താണ്, എക്സ്പോർട്ട് അലൈൻമെൻറ്റ് എന്ന ഓപ്ഷൻ. ഇതിൽ മെഗാ ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മെഗാ ഫോർമാറ്റ്. അന്നേരം പുതിയൊരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൽ നമ്മൾ ഇതിനെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് പുതിയൊരു പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് എന്നും പറഞ്ഞ് പേര് കൊടുക്കാം. എന്ത് ചെയ്യുക, സേവ് ചെയ്യും. അപ്പോൾ ഇവിടെ അടുത്തൊരു ബോക്സ് വരുവാണ്. അതിൻ്റെ അകത്ത് ഇൻപുട്ട് ടൈറ്റിൽ ഓഫ് ദി ഡേറ്റ. ഇതിനും നമുക്ക് അലൈൻമെൻറ്റ് എന്ന് ടൈറ്റിൽ നെയിം ചെയ്യും. ഇവിടെ അലൈൻമെൻറ്റ് എന്നുള്ളൊരു ഇൻപുട്ട് ടൈറ്റിലും നമ്മൾ ഡേറ്റയായി കൊടുക്കും. ഇത് ഓക്കെ. ഇപ്പോൾ പ്രോട്ടീൻ കോഡിംഗ് ന്യൂക്ലിയേറ്റ് സീക്വൻസ് ഡേറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യെസ് കൊടുക്കുക. ഓക്കെ, ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മളിത് മിനിമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ മെഗായുടെ ഇതിനകത്ത് ഈ നമ്മുടെ അലൈൻമെൻറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ട്രീ ഉണ്ടാക്കാനാണ് ഇതെല്ലാം ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫൈലോജനി എന്ന് പറഞ്ഞ് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫൈലോജനി എന്ന ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ട്രീ ആണ് നമുക്ക് വേണ്ടത് അത് ചോദിക്കുന്നുണ്ട് അല്ലേ. കൺസ്ട്രക്ട് ഓർ ടെസ്റ്റ് മാക്സിമം ലൈക്ലിഹുഡ് ട്രീ, കൺസ്ട്രക്ട് ഓർ ടെസ്റ്റ് നെയ്ബർ ജോയിനിങ് ട്രീ, construct or test minimum evolution tree, construct or test UPGMA tree, maximum parsimony tree, അങ്ങനെ പല ഇതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം ലൈക്ലിഹുഡ് അല്ലെങ്കിൽ മാക്സിമം പാർസിമണി ട്രീസ് ഒക്കെ എന്തിനാണ്, ഡിസ്റ്റൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നെയ്ബർ ജോയിനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്കിവിടെ എന്തിനെ ബേസ് ചെയ്യാം, ക്യാരക്ടർ ബേസ്ഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ട് ഓർ ടെസ്റ്റ് നെയ്ബർ ജോയിനിങ് ട്രീ രണ്ടാമതായിട്ട് കാണുന്ന ഓപ്ഷൻ, കൺസ്ട്രക്ട് ഓർ ടെസ്റ്റ് നെയ്ബർ ജോയിനിങ് ട്രീയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അലൈൻമെൻറ്റ് എവിടെയായിരുന്നു അത് സെലക്ട് ചെയ്യുക. അപ്പോൾ മെഗായിൽ കാണുന്ന അലൈൻമെൻ്റ് ആണ്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് വരും, കമാൻഡ് ബോക്സ് വരും. ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ചേഞ്ചും നമ്മൾ കൊടുക്കണ്ട. ഇവിടെ എന്ത് ചെയ്യാൻ മതി, ഓക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വരുന്ന വിൻഡോയിൽ നമ്മുടെ എവല്യൂഷണറി ട്രീ ഇത് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ചിഞ്ചില്ലായുണ്ട്, ഹോമോസാപ്പിയൻസ് ഉണ്ട്, ഗിനിയാപ്പിഗ് ഉണ്ട്, റൈറ്റോലാഗസ് ഉണ്ട്, ഗൊറില്ല ഉണ്ട്, അതുപോലെ തന്നെ ബോസ്റ്റാറസ് ഉണ്ട്. അപ്പോൾ എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ട്രീക്കകത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഹോമോസാപ്പിയൻസും ചിഞ്ചില്ല ലാഗറും തമ്മിൽ അവരുടെ ഇൻസുലിൻ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസുലിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൊറില്ലയും ബോസ്റ്റാറസിൻ്റെയും ഇൻസുലിൻ തമ്മിലും സിമിലാരിറ്റി ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന പ്രോട്ടീൻ ഏതാണോ അതനുസരിച്ചായിരിക്കും. ഇപ്പം നമ്മൾ നേരെ ഇപ്പം ഇൻസുലിൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീ ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ആ കംപ്ലീറ്റ് എവല്യൂഷണറി ബേസ് ചെയ്തിട്ടുള്ള ഇവിടെ ഇൻസുലിൻ്റെ എവല്യൂഷണറിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗനിയാപ്പിഗും റൈറ്റോലാഗസും തമ്മിലും ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലും അടുത്തടുത്താണ് കാണുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ചിഞ്ചില്ലായും അതുപോലെ തന്നെ ബോസ്റ്റാറസിൻ്റെയും ഇൻസുലിൻ തമ്മിൽ, അപ്പോൾ ഇവിടെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറാണ് നമ്മൾ എടുത്തത്, അവിടെ ഒരു മിസ്റ്റേക്കാണ്, സോറി. അപ്പോൾ ഇവിടെ അത് നല്ല വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവിടെ ഗ്രോത്ത് ഫാക്ടറാണ് നമ്മൾ എടുത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. അപ്പം അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഏതൊക്കെ തമ്മിലാണ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഈ ട്രീ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് മെഗാ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇത് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് കറണ്ട് സെഷൻ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം
അപ്പം നമുക്ക് പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടില്ല ഇതിനകത്ത്. അപ്പം പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് സേവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് മെഗാ യൂസ് ചെയ്തിട്ട് ട്രീ ഉണ്ടാക്കുന്നത്.